ഗൈസ്, വെൽക്കം ടു ഡേ 2 ഓഫ് നമ്മുടെ 60 ഡേയ്സ് സീരീസ്, വേറെ നമ്മൾ കൊറിയയിലേക്ക് കയറ്റി പിടിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നു. സോ എന്ത് ദിവസം എനിക്ക് രാവിലെ ഞാൻ അധികം നേരത്തെ നിൽക്കാത്തത് കൊണ്ട് എനിക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല. രാവിലെ നേരത്തെ നിൽക്കാത്തത് മീൻസ് ഓഫ് കോഴ്സ് ഞാൻ മോർണിംഗ് പേഴ്സൺ അല്ല, അതുകൊണ്ട് രാവിലെ നിൽക്കാൻ വേണ്ടി എന്നെ ഫോഴ്സും ചെയ്തല്ല. ക്ലാസ് എനിക്ക് 10:15 സോ പോകുന്ന സമയത്ത് ഏറ്റു. ആൻഡ് അത് ഗൈസ് 12:40 വരെ ക്ലാസ് ആയിരുന്നു. ആൻഡ് സക്സസ്ഫുള്ളി ഗൈസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്, പെൻഡിങ് ഉണ്ടെന്ന്. സോ എനിക്കൊരു ബയോളജി പ്രാക്ടിക്കലിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്ത് തീർത്തു. സോ ഞാനൊരു ഏകദേശം കഴിച്ചൊരു 12:45 തൊട്ട് അല്ല 12:45 എന്ന് വേണമെങ്കിൽ പറയാം തൊട്ട് ഒരു 3 കഴിയുന്നോടം വരെ ഞാൻ വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റോളം ഇൻട്രപ്ഷൻ ഉണ്ടായിട്ടില്ല. സോ ആ 10-15 മിനിറ്റ് ഗ്യാപ്പ് അല്ലാതെ വേറൊരു ഗ്യാപ്പ് എടുക്കാതെ ഞാൻ ഈ പ്രാക്ടിക്കൽ റൈറ്റപ്പ് തീർത്തു. സോ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്, ബിക്കോസ് ഞാൻ അത്യാവശ്യം അത്ര നേരമൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വിട്ടു കൊടുക്കാതെ ഞാൻ ചെയ്ത് തീർത്തു. ഞാൻ പോയി വർക്ക് ചെയ്ത കോളേജിൽ ലൈബ്രറിയിലാട്ടോ. ആദ്യമേ ഞാൻ മണ്ടയിലുള്ളൊരു ലേണിംഗ് സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ പോയി കുറച്ച് നേരം വർക്ക് ചെയ്തു. അതുകൊണ്ട് ഒരു ഫ്രണ്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ താഴോട്ട് ലൈബ്രറിയിൽ പോയിട്ട് അവിടെ വർക്ക് ചെയ്തു. ബിക്കോസ് എനിക്ക് കുറച്ച് പ്രാക്ടിക്കൽ റൈറ്റപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. എൻ്റെ ലാപ്പിൽ ചാർജ് ചെയ്യാറായി, ഞാൻ ചാർജർ എടുക്കാൻ വിട്ടുപോയി. സോ അതുകൊണ്ട് ലൈബ്രറിയിലെ കമ്പ്യൂട്ടർ യൂസ് നടത്തുകൊണ്ട് താഴോട്ട് പോയി. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഐ എം സോ ഹാപ്പി ദാറ്റ് അത്രയിലൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടി മനസ്സ് കാണിച്ചു നോക്കുമ്പോൾ പിന്നെ കഴിച്ച് തിരിച്ച് നടന്നു പോകുന്നതിൻ്റെ വിഷ്വൽസാണ് കാണുന്നത്. വേറെ ഒന്നും ഉണ്ടല്ല, ഇത്തവണ എന്തായാലും ബസ് കാർഡ് എടുക്കത്തില്ല തീരുമാനിച്ചിരുന്നു. വേറെ ഒന്നും ഉണ്ടല്ല, നടക്കാൻ കാലെളുപ്പം നടക്കണം. ആൻഡ് ഇത്തവണ കുറച്ച് മണി സേവ് ചെയ്യേണ്ട എനിക്ക് ആവശ്യമുണ്ട്. ബിക്കോസ് നമ്മുടെ വിഷൻ ബോർഡിലെ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ മണി എന്ന് പറയുന്ന സംഭവം എല്ലാവരും പറയും മണി ഈസ് നോട്ട് ഹാപ്പിനെസ് എന്നൊക്കെ പറയും. പക്ഷേ ചില കേസിൽ നമുക്ക് മണി കൊണ്ട് സോൾവ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടെന്ന് പറയത്തില്ലേ. സോ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഗൈസ് ഇത്തവണ ബസ് കാർഡ് എടുക്കുന്ന ഫണ്ട് കൊണ്ട് ഒരു 63 പൗണ്ട് എന്ന് വെച്ചാൽ നാട്ടിലൊരു 7,000 രൂപ ഒരു പെർ മന്ത് എടുക്കുന്ന ആ ഒരു കാശ് കൊണ്ട് ഗൈസ് എനിക്ക് വേറെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇനി ഇത്തവണ എന്തൊക്കെ വന്നാൽ ശരി ബസ് കാർഡ് എടുക്കത്തില്ലെന്ന് തീരുമാനിച്ചതുകൊണ്ട് ഞാൻ അടക്കാമെന്ന് വെച്ചു. ആൻഡ് പിന്നെ ഗൈസ് നമ്മൾ വീട്ടിൽ നിന്നിട്ട് വെട്ടി വരുന്ന വിഷ്വൽസാണ് കാണുന്നത്. ഇത്തവണ ഞാൻ ഹെൽത്തി ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് കഴിഞ്ഞ 2 ദിവസം വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി. ആൻഡ് ജങ്ക് ഈറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്നെ ഭയങ്കര മൈൻഡ് സെറ്റൊന്നും തോന്നുന്നില്ല. ബിക്കോസ് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കുറച്ചുകൂടി ഒരു മോട്ടിവേഷനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. വീഡിയോ ഇടാൻ കണ്ടന്റിന് വേണ്ടിയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. സോ എൻ്റെ ദേശീയ ഭക്ഷണമായ നമ്മുടെ ബ്രെഡും പീനട്ട് ബട്ടറുമാണ് കഴിച്ചത് ഗൈസ്. സംഭവം ഒരു ടൈം സേവറാണ്. ഇടയ്ക്ക് എനിക്കൊരു പീനട്ട് ബട്ടർ ക്രേവിങ്സ് ഒക്കെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഹലോ ഗൈസ്, ഇപ്പോൾ ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പം രാത്രിയിൽ 8 മണിയായിരിക്കുന്നു. രാത്രി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സമ്മർ ആയതുകൊണ്ട് വലിയ ഇരുട്ടൊന്നുമില്ല, നല്ല വെട്ടവും വിളിച്ചു രാത്രിയിലെ വ്യൂ കാണിച്ചു തരാവേ. സോ അതുകൊണ്ട് രാത്രി ഒന്നും പറയാൻ പറ്റത്തില്ല. വൈകുന്നേരം 8 മണിയെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ഒരു പ്രോപ്പറായിട്ടുള്ളത്. ആൻഡ് പിന്നെ ഇന്ന് രാവിലെ അല്ല ഗൈസ് ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് എനിക്കൊരു ബയോളജിയുടെ റൈറ്റപ്പ് പ്രാക്ടിക്കലിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ 1 മാസം ആവാറായി. ഞാൻ ഭയങ്കര പഞ്ചൽ കൊച്ചായതുകൊണ്ട് തന്നെ എൻ്റെ സമയത്ത് ഭയങ്കര പാവം പുള്ളിയായിരുന്നു. ഇപ്പം പുള്ളിമാർ പാവമൊക്കെ തന്നെയാണ്, പക്ഷേ ആ പുള്ളി ലൈക്ക് ഒന്നും നോക്കത്തൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് കുറച്ച് ഉഴപ്പിൻ്റെ ഒരു ഇതിൽ ഞാൻ അതിനധികം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ആൻഡ് അപ്പം അതുകൊണ്ട് അത് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി ഞാനത് ചെയ്തു തീർത്തു ഗൈസ്. ആൻഡ് എനിക്ക് നാളത്തെ എക്സാം ഉണ്ട്, അതിനോട് പഠിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. രാവിലെയൊക്കെ അത്യാവശ്യം പ്രൊഡക്റ്റീവ് മൈൻഡ് സെറ്റൊക്കെ ആയിരുന്നു, നമ്മൾ ഹെൽത്തായിട്ട് കഴിച്ചു ഗൈസ്. സോ പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊരു മടിയൊക്കെ തോന്നി. ആൻഡ് ആ ഒരു മൂഡൊക്കെ കുറച്ചൊക്കെ പോയി. പറഞ്ഞിട്ട് എല്ലാ ദിവസവും എപ്പോഴും ഒരേപോലെ ആവുമെന്നും പറഞ്ഞിട്ട് ഉറപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല, ലൈഫിൻ്റെ കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം ഒരു കാര്യം നടന്നില്ലെന്ന്. നടക്കണമെന്ന് എനിക്ക് പ്ലാൻ ഉണ്ടെന്ന്, പക്ഷെ നടന്നില്ല. എൻ്റെ ദൈവത്തിന് ബെറ്റർ പ്ലാൻസ് കാണുമായിരിക്കും എന്ന് ഞാൻ പറയുന്നു. പക്ഷെ അത് കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുമായിരുന്നു. ഇന്നത്തെ ദിവസം 3 കാര്യങ്ങൾ എൻ്റെ വിഷൻ ബോർഡിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയേനെ. ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയൊക്കെയാണെന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് നടന്നിട്ട് പറയുമ്പോൾ ഒരു ഫീല് അതല്ല വേറെ. സോ അതുകൊണ്ട് ആ ഒരു ഫീലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനൊന്ന് പറയാതിരിക്കുന്നത്. ഇതാണ് ഗൈസ് വൈകുന്നേരം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വ്യൂ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 8 മണി 8:30 കാണും. സമ്മറൊക്കെ ആയതുകൊണ്ടുള്ള അതിൻ്റെ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. ആൻഡ് ഇതാണ് ഗൈസ് ആണ് സ്റ്റഡി റൂം എന്നുള്ള വ്യൂ. പിന്നെ ഗൈസ് ഞാൻ വീണ്ടും ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. അതിനിടയ്ക്ക് എനിക്ക് കെമിസ്ട്രി ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇരുന്നിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഒട്ടൊരു മൂഡ് കിട്ടിയില്ല, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ അതുകൊണ്ട് ആ ഒരു മൂഡ് കിട്ടാത്ത സ്ഥിതിക്ക് ഞാൻ പിന്നെ വർക്കൊക്കെ പകുതി കംപ്ലീറ്റ് ചെയ്യാതെ വെച്ചു. പക്ഷേ പറഞ്ഞിട്ട് കാര്യം നമുക്ക് എപ്പോഴും ഒരേപോലെ ഭയങ്കര വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ളൂ. ആൻഡ് നമ്മൾ കുറച്ച് കാര്യം കണ്ട് വർക്ക് ചെയ്തു. കൺസിസ്റ്റൻ്റ് ആയെന്ന് വെച്ചാൽ കുറച്ചൊരു രീതി കൺസിസ്റ്റൻ്റ് ആയി. അപ്പോൾ ശരി, ബൈ.